ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ചേട്ടൻ തന്നെ ഒരു പരമ്പരാഗതമായ കാർഷിക വേഷമൊക്കെ ധരിച്ച് തൊപ്പിയും പരമ്പരാഗത വേഷവുമായിട്ടാണ് ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നത്. ചേട്ടാ, ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചൊക്കെ ആയിട്ട് എന്നാ വരാൻ കാരണം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഞാൻ ജനിച്ചതാണ്. അന്ന് മുതൽ കൃഷിപ്പണി ചെയ്യുന്ന ഇന്ന് കൃഷിക്കാർക്ക് ജീവിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. കൃഷി ചെയ്തിട്ട് ഉപജീവനമാർഗം ഒരു രൂപയ്ക്ക് പോലും സാമ്പത്തികമായിട്ട് വരുമാന മാർഗമില്ല. വന്യമൃഗങ്ങൾക്കാണ്. മനുഷ്യന് 3-ാം സ്ഥാനമേ ഉള്ളൂ. 1-ാം സ്ഥാനം വന്യമൃഗങ്ങൾക്കും, 2-ാം സ്ഥാനം തെരുവുനായ്ക്ക്, 3-ാം സ്ഥാനം മനുഷ്യനുള്ളൂ, കൃഷിക്കാരനുള്ളൂ. എല്ലാ മനുഷ്യർക്കും 4 നേരവും ഭക്ഷണം കഴിക്കണം. ഈ ലോകത്തിലുള്ള മുഴുവൻ പേരും ഭക്ഷണം കഴിക്കുന്നവരാണ്. അവർ എവിടെ നിന്ന് എന്തെടുത്ത് കഴിക്കും? ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കണ്ടേ? എല്ലാ മനുഷ്യരും 1 മണിക്കൂർ സമയമെങ്കിലും ഒരു ദിവസത്തിൽ കൃഷിപ്പണി ചെയ്യണം. ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും മാർപ്പാപ്പ ആണെങ്കിലും മെത്രാനാണെങ്കിലും ആരാണെങ്കിലും അധ്യാപകനാണെങ്കിലും കൃഷിപ്പണി വലിയ പ്രയാസം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രശ്നം. 1 രൂപയ്ക്ക് പോലും പറമ്പിൽ നിന്ന് ഒരു ആദായം എടുക്കാനില്ല. വന്യമൃഗങ്ങൾ ശല്യമാണ്. കാട്ടുപന്നി, മുള്ളൻപന്നി, കുരങ്ങ് എല്ലാം ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട്